വീണ്ടും സ്വാദ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്കിന് മുമ്പ് നമ്മൾ കണ്ടത് വെജ് ഓൺ ടോസ്റ്റ് ഒരു സ്റ്റാർട്ടർ ആയിരുന്നു. ഇപ്പോൾ ബ്രേക്കിന് ശേഷം വീണ്ടും ഒരു ചൈനീസ് ഡിഷിലേക്ക്, അതായത് ഇദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ഏത് മേഖലയിലാണുള്ളത് അവിടെ തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതിന്റെ പേര് ഹ്യുനാൻ ഫ്രൈഡ് റൈസ്. ഹ്യുനാൻ ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹ്യുനാൻ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. ഹ്യുനാൻ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. ഇന്ന് രണ്ടും വെജിൽ വെച്ചാണ് കേട്ടോ പിടിച്ചേക്കുന്നത്. അതായത് നോൺ വെജ് തുടത്തില്ലെന്ന് ശബ്ദം എടുത്തേക്കാണ്. ഈ ഹ്യുനാൻ എന്ന് പറയുമ്പോൾ അതിൽ പുറകിൽ ഒരു കഥയുണ്ട് കേട്ടോ. അതിന് പറയാനാണെങ്കിൽ ഹ്യുനാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിലെ ഒരു പ്രൊവിൻസ് ആണ്. അതായത് ചൈനയിൽ 8 ടൈപ്പ് ക്യുസീൻസിൽ 8 സ്റ്റൈൽസ് ഉണ്ട് കേട്ടോ. അവരുടെ ഗ്രേറ്റ് ട്രഡീഷൻ്റെ ഭാഗം തന്നെയാണ് ഈ ഹ്യുനാൻ എന്ന് പറയുന്നത്. സിയാങ് റിവർ എന്നുണ്ട്, അതിൻ്റെ സൈഡിലുള്ള ഈ കൾച്ചറിലാണ് ഈ ഹ്യുനാൻ ക്യുസീൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ടത് ഇവരുടെ നല്ല ഫ്രഷ് ആരോമ, നല്ല മണമാണ് ഇതിന്. പിന്നെ ഡാർക്ക് കളറുണ്ട് അല്ലേ, പിന്നെ നല്ല ഹോട്ട് സ്പൈസി, ഭയങ്കര ഹോട്ടായിരിക്കും ഇവരുടെ വിഭവങ്ങൾ. അതാണ് ഈ ഹ്യുനാൻ. അതുകൊണ്ട് ആ പേരിട്ട് ഹ്യുനാൻ ഫ്രൈഡ് റൈസ് എന്നൊരു സംഭവം ഇദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തേക്കുന്നത്. പക്ഷേ ഹ്യുനാൻ ക്യുസീൻ എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തമാണ്. അപ്പോൾ ശരി, അപ്പോൾ ഹ്യുനാൻ ഫ്രൈഡ് റൈസിന്റെ ചേരുവകളെ നമ്മുടെ സജിൻ പരിചയപ്പെടുത്തി തരുന്നതാണ്. നമുക്ക് ഇതിനു വേണ്ടി പ്രധാനമായിട്ട് വേണ്ടത് സോൾട്ട്. എല്ലാത്തിനും പോലെ തന്നെ സോൾട്ടും ആവശ്യമാണ്. വൈറ്റ് പെപ്പർ, ഷുഗർ, സ്പ്രിംഗ് ഒനിയൻ, സെലറി, ചോപ്പ് ഗാർലിക്, ചോപ്പ് ജിഞ്ചർ, പാലക്ക, റെഡ് വൈൻ, ചില്ലി പേസ്റ്റ്, സോയാബീൻ സോസ്. ഇതെന്താണ്? ഇത് നമ്മുടെ റൈസിന്, ഫ്രൈഡ് റൈസിന്റെ വെജിറ്റബിൾ ആണ്. അതായത് ക്യാരറ്റും ബീൻസും മാത്രം. ക്യാരറ്റും ബീൻസും. ഇത് സിമ്പിൾ ആയിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ക്യാരറ്റും ബീൻസും മാത്രം മതിയാവും. ഒരുപാട് വെജിറ്റബിൾസിന്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ഹ്യുനാൻ ഫ്രൈഡ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരറ്റും ബീൻസും മാത്രം മതിയാവും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ്. 2 മിനിറ്റ് നൂഡിൽസ് എന്നൊക്കെ പറയണല്ലോ, അത്രേ ഉള്ളൂ. ഇത് 2 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിക്കളയും. ചൈനീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഫാസ്റ്റ് ഫുഡാണ്. എത്രയും പെട്ടെന്ന് ഉണ്ടാകാൻ പറ്റുന്ന ഒരു ഡിഷാണ്, അല്ലെങ്കിൽ ഒരു കുസിനാണ് ചൈനീസ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും ആദ്യം കിട്ടുന്നത് ചിലപ്പോൾ ചൈനീസ് ഫുഡായിരിക്കും. ഓർഡർ ചെയ്ത് സമയം ലാഭിക്കാൻ ഏറ്റവും നല്ലത് ചൈനീസ് ഫുഡാണ് കേട്ടോ. നമ്മളെല്ലാം ഇവിടെ കണ്ട കളരിയൊക്കെ ആണെങ്കിൽ നമ്മളെ വലത് വെച്ച് ഇടത് വെച്ചൊക്കെ മാറി അവിടെ കണ്ട ഭയങ്കര അടിയാണ്, ചടപടപടപടയുന്ന അടിയാണ്. ഇവരുടെ അടി പോലെ തന്നെയാണ് ഇവരുടെ ക്യുസീനും കേട്ടോ. മേക്കിങ്ങും കുക്കിങ്ങും എല്ലാം ഫാസ്റ്റാണ്. സ്റ്റാർട്ട് ചെയ്യുകയാണ്. എളുപ്പം ഒരു ഫ്രൈഡ് റൈസ്, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, പാന ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. വെളുത്തുള്ളി, ഇഞ്ചി, സെലറി മൂന്നും അല്പം ഒന്ന് സോട്ടായതിനു ശേഷം അതിലേക്ക് കുറച്ച് റൈസിൻ്റെ, ഫ്രൈഡ് റൈസിൻ്റെ വെജിറ്റബിൾ, അതായത് ക്യാരറ്റും ബീൻസും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടില്ല, അത് ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു, താങ്കൾ ഇവിടെ എന്ത് തുടങ്ങലും തുടക്കം നമ്മുടെ ചൈനീസിലെല്ലാം വെളുത്തുള്ളി വെച്ചാണ്. അത് അങ്ങനെ വല്ല രീതിയുണ്ടോ? ചൈനീസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം വെളുത്തുള്ളിയാണ്. അവരെല്ലാ ഡിഷിലും കൂടുതൽ വെളുത്തുള്ളി അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. വെളുത്തുള്ളി ഔഷധ മൂല്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് അല്ലേ? അതെ അതെ. അതിനുശേഷം അത് പാലക്ക് ഇട്ടായിരുന്നു. പാലക്ക് കൂടെ ഇട്ടായിരുന്നു. പാലക്കൂടെ ഇട്ട് ഇനി അതിലേക്ക് കുറച്ച് ചില്ലി പേസ്റ്റ്, അല്പം സോയാബീൻ സോസ്. വളരെ കുറച്ചല്ലേ, തീരെ കുറച്ച് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സോയാബീൻ സോസ് വളരെ കുറച്ചാണ് ചേർത്തത്. അതായത് അതിൻ്റെ ഒരു പടം കണ്ടതേ ഉള്ളൂ അല്ലേ അവിടെ. അപ്പൊ അതിലേക്ക് നമ്മൾ റൈസും കൂടെ. അങ്ങനെ നമ്മുടെ ഹ്യുനാൻ ഫ്രൈഡ് റൈസിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക്. ഞാൻ തുടക്കത്തിൽ വെറുതെ ആലങ്കാരികമായിട്ട് പറഞ്ഞാണ് ഈ 2 മിനിറ്റ് കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കുന്ന ഇദ്ദേഹം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമെന്ന്. അത് ശരിക്കും അർത്ഥവത്തായിരിക്കുകയാണ്. ആ സമയം കൊണ്ട് തന്നെ അദ്ദേഹം ഫ്രൈഡ് റൈസ് റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. അതായത് അരി റെഡിയായിട്ടുണ്ടെങ്കിൽ, ചോറ് റെഡിയായിട്ടുണ്ടെങ്കിൽ അപ്പം ഇത് റെഡിയാണ് അല്ലേ? അതെ, നമുക്കിനെ ഇതിൽ ഇടാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പം സോൾട്ട്, ഷുഗർ, പെപ്പറൊന്നും ഇതിലിട്ടില്ലായിരുന്നു. അതിനെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിനെ ചെറിയ ഗാർണിഷ് കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് കുറച്ച് സോൾട്ട് പാകത്തിന് ചേർത്തു, വൈറ്റ് പെപ്പർ ചേർത്ത് കൊടുത്തു. കഴിഞ്ഞു, കഥ കഴിഞ്ഞു. ഇനി ഇതിൽ ഗാർണിഷ് ആയിട്ട് എന്താ ചെയ്യുന്നത്? ഗാർണിഷ് സ്പ്രിംഗ് ഒനിയൻ ആണ്. നമ്മളിത് നമ്മളിത് ഡിഷിലോട്ട് മാറ്റിയിട്ട് സ്പ്രിംഗ് ഒനിയൻ ഗാർണിഷ്. കഥ തീരുകയാണ് കേട്ടോ. 2 ഡിഷ് വളരെ ഉള്ള രീതിയിൽ ചെയ്തത് കേട്ടോ. ഓക്കെ, ഇപ്പം ഹ്യുനാൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നേരെ ഡിഷിലേക്ക് പോകും.
ഫ്രൈഡ് റൈസ് റെഡിയായിട്ടുണ്ട്. അത് കൊള്ളാം കേട്ടോ. ഇത്രയും നേരം മിണ്ടാതിരുന്നിട്ട് അവസാനം ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞു കേട്ടോ. സ്വാദിഷ്ടമായ ഹ്യൂനാൻ ഫ്രൈഡ് റൈസ് റെഡിയായി കഴിഞ്ഞാൽ അത് അദ്ദേഹം അങ്ങ് തീരുമാനിച്ചിരിക്കുക സ്വാദിഷ്ടമാണ്. ഉറപ്പാണല്ലേ? അത്രയ്ക്ക് ഉറപ്പല്ലേ? അതാണ് ഈ ഷെഫുമാരുടെയൊക്കെ മിടുക്ക് കേട്ടോ. മണം അടിച്ചും കളർ കൊണ്ട് അവർക്ക് അറിയാം ഇത് നമുക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലേ എന്നുള്ളത്. അവർക്ക് മണം അടിച്ചൊക്കെ അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ ഹ്യൂനാൻ ഫ്രൈഡ് റൈസ്, അതായത് ഇതിനെ ഒരുപാട് മുൻവിധികളോടുകൂടെ ഞാൻ സമീപിക്കുന്നില്ല. കാര്യം ഏകദേശം എനിക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് നന്നായിരിക്കുമെന്ന്. കാര്യം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് ഗമയും ഗർവും ഒക്കെ ആയിപ്പോയല്ലോ. അപ്പോഴത്തേക്ക് ഹ്യൂനാൻ ഫ്രൈഡ് റൈസ് കേട്ടോ. നല്ല ആരോമയാണ്, നല്ല കളറുണ്ട്. പക്ഷേ ഹോട്ട്നെസ് മാത്രം കുറച്ചും കൂടി എരിവാവായിരുന്നു. എനിക്ക് ഇത്രയും തന്നെ എരിവ് ഇവർക്ക് കൂടുതലാണ് അല്ലേ? ഒരു സൈഡ് ഡിഷിന്റെ അഭാവം ഉണ്ട് അല്ലേ? യഥാർത്ഥത്തിൽ ഏതാണ് ഇതിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്ന സൈഡ് ഡിഷ്? എന്തൊക്കെയാണ്? അതിൽ ചില്ലി ചിക്കൻ അല്ലേ? ചിക്കൻ സെഷ്വാൻ ചിക്കൻ, നമ്മുടെ സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ നന്നായിട്ട്. പക്ഷേ പ്രധാനം ഇതിന്റെ കളറും ഇതിന്റെ മണവും കേട്ടോ. അത് രണ്ടും അസാധ്യമാണ്. ഈ ഹ്യൂനാൻ ക്യുസീനിന്റെ പ്രാധാന്യം തന്നെ അതാണ്. അത് രണ്ടുമാണ് അതിന്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഹോട്ട്നെസ്, അത് അതിന്റെ സൈഡ് ഡിഷാണ് അതിന് സപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് തന്നെയായാലും ഇന്ന് രണ്ട് എളുപ്പം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, ഒരെണ്ണം ചൈനീസ് എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ, അതൊരു ഫ്യൂഷൻ ഡിഷും, ഒരെണ്ണം ഒരു പക്ക ചൈനീസും പ്രസന്റ് ചെയ്ത സജിന് വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കട്ടനിടുകയാണ്. നിങ്ങൾക്ക് ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം എഴുതി അറിയിക്കുന്ന ഒരു അഡ്രസ് തരാം. It's to the producer Swad, Jaihind TV, Carmel Arcade, East to Trivandrum, and our email address is swad@jahindtv.in. അപ്പോൾ സജിനെ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെടുത്ത് നല്ലൊരു ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാം കുക്കിങ്ങിനെ പറ്റി. ഉറപ്പായിട്ടും ഞാൻ ഇന്ന് കാണിച്ച ചൈനീസ് ഡിഷ് എല്ലാവരും തന്നെ വീട്ടിൽ ചെയ്ത് നോക്കണം. നന്നായിരിക്കും. എല്ലാവർക്കും എൻ്റെ പേരിലും നമ്മുടെ ജയ്ഹിന്ദ് ടിവിയുടെയും പേരിൽ എല്ലാം നമ്മളെല്ലാം ഏറ്റെടുത്തു കേട്ടോ. ബൈ ആൻഡ് ടേക്ക് കെയർ. Costume courtesy. Status Safalim Complex, Palayam, Trivandrum.